ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതായിരുന്നു നമ്മുടെ വീട്. ഇത് രാവിലെയായി, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ മരവിച്ച് പോകണ പോലത്തെ തണുപ്പ്. നമ്മൾ സൈലൻ വാലി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും തണുപ്പ് ആരും പ്രതീക്ഷിച്ചില്ലത്. പാറയും കൊക്കയൊക്കെ ആയിട്ട് എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തണുപ്പ് അവിടെ. അപ്പോൾ ഇപ്പോൾ രാവിലെ ആയി, നമ്മൾ എണീറ്റ് ഇതിൽ കൂടെ നമ്മൾ അങ്ങോട്ട് എങ്ങോട്ടാ റിസോർട്ടിൻ്റെ മറ്റേ റെസ്റ്റോറൻറ്റ് അങ്ങോട്ട് പോകാൻ, രാവിലത്തെ ഫുഡ് കഴിക്കാൻ. എന്നിട്ടാണ് നമ്മൾ ട്രക്കിങ്ങിനും നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലൊക്കെ പോകണം. എനിക്ക് നടന്നിട്ട് പാടില്ല. നമ്മൾ വിചാരിച്ചു സൈലൻറ്റ് വാലി പാലക്കാടിൻ്റെ ഏതോ ഒരു ഹിൽ സ്റ്റേഷൻ, അധികം തണുപ്പൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചാൽ ഒന്നോട് കട്ടിങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനെ വരേണ്ട അത്രയ്ക്ക് തണുപ്പോൾ. ഞാൻ പറയുന്നു, ഇപ്പം ഇവിടെ 21 അല്ല അങ്ങനെ എന്തോ 18 19 എത്ര ഡിഗ്രിയാണ്. അപ്പോൾ ഈ UK താമസിക്കുന്നത്, പിന്നെ അവരുടേതായ ഉള്ളിൽ തെർമൽസ് എല്ലാം ഇടും. എന്തായാലും ഇങ്ങനത്തെ ഒരു തണുപ്പ് പ്രതീക്ഷിച്ചില്ല. നമ്മുടെ പൂള്, അയ്യോ അത്രയ്ക്കും തണുപ്പോൾ, വറക്കണ പോലത്തെ തണുപ്പ്. ഇവിടെ ചുണ്ടൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വരണ്ട് പോവുക, അതുപോലെ തണുപ്പ്. അതേ ഞാനും റെഡിയായി, അമ്മയും ചേച്ചിയും മുന്നേ പോകുന്നുണ്ട്. ഫോട്ടോ എടുത്തെടുത്ത് പോവുക. അതെ ചേട്ടന്മാരെ വന്നുണ്ട്, ഓടി വരുന്നുണ്ട്. അവർ ജാക്കറ്റ് ഇട്ട് എന്തേലില്ല, എന്തേലും ഉണ്ട്. പക്ഷെ ഇതിൻ്റെ പക്കത്ത് ഇങ്ങനെ ജാക്കറ്റ് ഇടണേന്ന് ഓർത്ത്. ഹാത്തി ചേട്ടാ, അയ്യോ തണുത്ത് പറഞ്ഞിട്ട് നമുക്ക് അവരോട് വയ്ക്കാം. അഭി ചേട്ടാ, അച്ചമ്മി നല്ല രസമുണ്ട് ക്യാമറ കൂടെ കാണാൻ. എന്താ ലേഡീസ് ഹോസ്റ്റ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ചൂടിട്ടിരിക്കുക. അവള് ബുക്ക് കണ്ടിട്ട് അതിശയിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. നമ്മൾ ട്രക്കിങ്ങിൻ്റെ ട്രക്കിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വെച്ചോ, അല്ല ഇനി തണുപ്പുണ്ടാവും. വെച്ചോന്ന് എങ്ങാനും തണുത്തിട്ടുണ്ടെങ്കിൽ ഒരാവശ്യം ഉണ്ടല്ലോ, ചൂടത്തില്ലാണ്ട്. ശരിയാ. സിറ്റിമോൻ ഇതേ നമ്മളിവിടെ എത്തി. ഇപ്പോൾ ഇവർ ടെമ്പറേച്ചറൊക്കെ എടുത്തിട്ടാണ് ജീപ്പിൻ്റെ ഉള്ളിലേക്ക് അയച്ചേ. ഗ്ലൗസൊക്കെ ഉണ്ട്. 4 കയ്യോ, 4 പേരല്ലേ. ഇവിടെ ഗ്ലൗസൊക്കെ ഉണ്ട്. അയ്യോ ഗ്ലൗസൊക്കെ ഉണ്ട്. ഗ്ലൗസൊക്കെ ഇട്ട് ആട്ടോട്ട് വെച്ചുള്ളൂ. ഗ്ലൗസും മറ്റേ ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ട് നമ്മൾ അകത്തോട്ട് വെച്ചുള്ളൂ കേട്ടോ. കട്ടി ട്രക്കിങ്ങിന് പോകാൻ പോകട്ടോ നമ്മൾ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ.
ഗെയ്സ് ഇവിടെ എവിടെയോ സിംഹവാലം കുരങ്ങനുണ്ട്. സിംഹവാലം കുരങ്ങനല്ലേ? ആ അതുണ്ട്. അത് കാണാൻ എല്ലാവരും നോക്കണവർ. ഈ നാഷണൽ പാർക്ക് ഒരു 1847 ഒരു ബൊട്ടാനിസ്റ്റ് ഉണ്ടായിരുന്നു, റോബർട്ട് വെയ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അയാളാണ് ഈ നാഷണൽ പാർക്ക് 1847 ഒരു ബൊട്ടാനിസ്റ്റ്. പുള്ളിയാണ് ഇവിടെ ഡിസ്കവർ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഇത് ആനിമൽസിനും ഒരു നമ്മുടെ എക്കണോമിക്കിൽ ഓരോ കുഞ്ഞു കുഞ്ഞു സ്പീഷീസ് ആയാലും അവർക്ക് എല്ലാവർക്കും ഒരു വാല്യൂ ഉണ്ട്. പക്ഷെ ആൾക്കാർ അത് മറന്ന എല്ലാം ഇപ്പം നമ്മളൊരു ഉറുമ്പിനെ കണ്ടാലോ അല്ലെങ്കിൽ ഒരു ഒരു ഈച്ചയെ കണ്ടാലോ ഒരു പല്ലിയെ കണ്ടാലോ നമ്മൾ അതിനെ കൊന്നു കളയും. പക്ഷേ ഇങ്ങനത്തെ ഏറ്റവും ചെറിയ ചെറിയ ഇൻസെക്ട്സിനാണ് നമ്മുടെ ഇക്കോണോമിക്കിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. അപ്പോൾ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്ത് നടത്തിയ ഒരു സംഭവമാണ് ഈ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നൊരു ഹൈപ്പോ ഇലക്ട്രിക് ഒരു പ്ലാൻ ഒക്കെ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ അതൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അത് ഈ ഡാമിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കൂടെ ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അത് അവസാനം വലിയൊരു ക്ലാഷായി. അവസാനം അതിൻ്റെ പ്ലാനിന് പകരമാണ് ഇത് ഒരു പാർക്ക് ഓപ്പൺ ചെയ്തത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് അതൊരു മിഷനായിരുന്നു അവസാനം. ആ മിഷൻ്റെ പേരാണ് സേവ് സൈലന്റ് വാലി മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ വരെ ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ നിന്നാണ് നാഷണൽ ഫോറസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇത് അവിടെ ചെറിയൊരു സ്ട്രീം പോലെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നാഷണൽ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഈ അങ്കിൾ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ കാണാനുള്ളതെന്ന് വരുമ്പോൾ വെച്ചിട്ട് അങ്കിൾ പറയും എല്ലാ ടൈപ്പ് ആനിമൽസും എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും കാണണം എന്നില്ല. നമ്മൾ പോകും നമ്മുടെ ലക്കനുസരിച്ചിരിക്കും. എന്നാൽ എപ്പോഴും ആനിമൽസ് എണീറ്റ് നമ്മുടെ അടുത്ത് കൂടെ നടക്കണം എന്നൊന്നുമില്ല. അപ്പം അവർ മിക്കപ്പോഴും ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും കാണണം എന്ന് നിർബന്ധമില്ല. പക്ഷെ മെയിനായിട്ട് സിംഹവാലം കുരങ്ങൻ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അതൊക്കെ എപ്പോഴും കാണാൻ പറ്റും. മാൻ, കടുവ, പോത്ത്, ആന അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഉറങ്ങുവാണോ എന്ന് അറിയില്ല. നമുക്ക് ലക്ക് അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ പിടിക്കില്ലെങ്കിൽ ഫോൺ അല്ലെങ്കിലും കൊല്ലും, എങ്ങനെ ചെയ്താലും എങ്ങനെ ചെയ്താലും ഭയങ്കര കുലുക്കമാണ് ട്രെയിന്. കുറേ ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭയങ്കരമായിട്ടും ഡീപ്പ് ഫോറസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഫുൾ കാടിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ അഗോനിയുണ്ട് മൊത്തം. ഇതേ മലയൊക്കെ കണ്ട ഭയങ്കര ഇപ്പം കുറച്ച് വെയിൽ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇതേ നല്ല രസമുണ്ട് ആ മല ഇവിടെ നിന്ന് കാണാൻ. ക്യാമറയെക്കാട്ടിലും ശരിക്കും നമ്മളെപ്പോഴും കാണാൻ വേണ്ടി അബ്രോഡ് പോകുന്നു. ഇപ്പോൾ സിംഗപ്പൂർ പോകുന്നു, ദുബായ് പോകുന്നു, പിന്നെ ഇവിടെ UK, ലണ്ടൻ, പാരീസ്. നമുക്ക് ഈഫിൽ ടവർ കാണണം. അതെല്ലാം ഭംഗി തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു വൈൽഡ് ലൈഫ് ഒരു നാഷണൽ പാർക്ക് നമ്മുടെ സ്വന്തം കേരളത്തിൽ ഇതുപോലെയുള്ളപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യണം. കാരണം നമ്മുടെയൊക്കെ ഒരു അഭിമാനമാണ് നമ്മുടെ സ്റ്റേറ്റിലൊരു നാഷണൽ പാർക്ക്, കുറേ സ്പീഷീസ് ഓഫ് ഫ്ലോറ ഫോണ ഉണ്ടെന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും ഒരു വലിയ അഭിമാനമാണ്. അപ്പോൾ
ശരിക്കും ഇവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് വലിയതായിട്ടൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല ഇവിടെ. പക്ഷെ എന്നാലും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടേക്കൊന്ന് വിസിറ്റ് ചെയ്തിരിക്കണം. ഈ ഒരു ട്രക്കിങ്ങും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ആരെന്തിനാണ് കാണുന്നതെന്ന്. ചിലപ്പോൾ ഞങ്ങൾ കാണാതെ ചിലപ്പോൾ വേറെ ആരെങ്കിലും അടുത്ത ട്രിപ്പിൽ വരുന്നവർ കാണണ്ട. അപ്പം നമ്മുടെ സ്ഥലത്ത് ഇതുപോലത്തെ ഒരു സ്ഥലങ്ങളൊക്കെ ഉള്ളപ്പം എന്തായാലും നമ്മളിതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും. നല്ല മഴ പെയ്തിട്ടുള്ള മണ വെള്ളത്തിൽ കയറിയപ്പോൾ ഈ മണം കേട്ട് പാമ്പ്. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ പറയും മഴ പെയ്തിട്ട് മണ്ണ് നനഞ്ഞു കിടക്കണ സ്മെല്ല് കേട്ട പാമ്പ് വരുന്നു. കറക്റ്റാണോ? പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പാമ്പിനെ എവിടെന്നാ മൂക്ക് മണക്കാൻ? ചെവിയുമില്ല. പാമ്പാന്ന് അറിയണ പോലും ഇല്ല. പാമ്പിന് മണവില്ല, മൂക്കില്ല മണക്കാൻ. ചുമ്മാ ഓരോരുത്തർ കഴിഞ്ഞ ദിവസം എടുത്ത് ആരാ അത് പറഞ്ഞേ? അവർക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങണം, അല്ലാണ്ട് മണ്ണിൽ വെളിയിൽ വന്നത്. അതിനാണ് ഈ മണ്ണിന്റെ മണം കേട്ട് വന്നെന്നൊക്കെ പറയണ ചുമ്മാ പൊട്ടത്തരം. മണക്ക മൂപ്പോലും ഇല്ല, പിന്നെ എങ്ങനെ വരാൻ? ഇവിടെ സിംഹവാലൻ കുരങ്ങനും പിന്നെ വേറെന്തായിരുന്നു പറഞ്ഞ മലയണ്ണാനും, അത് രണ്ടുമാണ് ഇവിടുത്തെ മേജർ റെയർ സ്പീഷീസ്. അപ്പം ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു മിക്കപ്പോഴും സിംഹവാലൻ കുരങ്ങനെ എപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഞങ്ങൾ വന്നുകൊണ്ടാണോന്നറിയില്ല. ഇവരൊക്കെ 4 കുരങ്ങനെ കണ്ടു, ഞാനൊരു കുരങ്ങനെ കണ്ടു, അല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഇതിൽ കൂടെ നോക്കിയാൽ കാണുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ഡീപ്പ് ഫോറസ്റ്റാണ്. ഇപ്പം നമ്മളൊരു വഴി കൂടി ഇങ്ങനെ വരുന്നെന്നും പറഞ്ഞ് നമുക്കൊന്ന് പൊക്കത്തോട്ടങ്ങ് അങ്ങോട്ടൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഡീപ്പ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഡീപ്പ് ഫോറസ്റ്റാണ്. ഭയങ്കര ഇതിൻ്റെയൊക്കെ താഴത്തോട്ട് ഫുൾ ഡീപ്പാണ്. അവിടെയൊക്കെ ചിലപ്പോൾ പല പല മൃഗങ്ങളുണ്ടാവാം. പക്ഷെ നമ്മുടെ അതായത് ഇവരെല്ലാവരും പറയുന്നത് ഭയങ്കര ലക്കാണ്, ഭയങ്കര ലക്ക ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എപ്പോഴും കാണണമെന്ന് ഒരു ചാൻസും ഇല്ല. കണ്ടാൽ കണ്ടു, അത്രേ ഉള്ളൂ. ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കഴിഞ്ഞ മാസമാണ് ഈ നാഷണൽ പാർക്കൊക്കെ ഒന്ന് ഓപ്പൺ ആയത് കേട്ടോ, വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട്. അതുവരെ ഈ നാഷണൽ പാർക്സ് എല്ലാം ക്ലോസ് ആയിരുന്നു. കഴിഞ്ഞ മാസമാണ് ഇത് ഓപ്പൺ ആക്കിയത് ഇവര്. ഇത് ഫുള്ള് ആനയും പിന്നെ എന്തിൻ്റെ ആയിരുന്നു, കാട്ടുപോത്തിൻ്റെയും ഏരിയ ആണ്. ഇപ്പം നമ്മൾ പോകുന്ന മൊത്തം ആന കാട്ടുപോത്തിൻ്റെ സ്ഥലമാണ്. അപ്പം ഈ മുളകളൊക്കെ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈവർ ഞങ്ങൾ പറയുമായിരുന്നു ഈ ആന ഇറങ്ങുമ്പോൾ ഇവരിത് ചവിട്ടി മെതിക്കുന്നതാണ്. ഈ മുളകളൊക്കെ ഇങ്ങനെ സൈഡിൽ എന്നെല്ലാം ഇവർ ചവിട്ടി മെതിക്കുന്നതാണ് ഈ ആനകൾ. അതുമാത്രമല്ല ഈ നാഷണൽ പാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സം റെയർ സ്പീഷീസ് ഉണ്ട് ഈ നാഷണൽ പാർക്കിന്. കുറേ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 7th or 8th കണ്ടു. കഴിഞ്ഞ വർഷം കണ്ടാണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് റിമെമ്പർ. അതോ അതിന് മുമ്പത്തെ വർഷവും ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ നാഷണൽ പാർക്ക്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് കഴിഞ്ഞ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു, സോഷ്യലിലങ്ങാണ്ടോ സയൻസിലങ്ങാണ്ടോ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പം ഇവിടെ സയൻസിൽ എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ നമ്മുടെ നാഷണൽ പാർക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കേരളയിലെ ഫസ്റ്റ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ആകെയുള്ള നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഈ സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ റെയർ സ്പീഷീസ് ഉണ്ട്. ഈ ഫ്ലൈയിങ് സ്ക്വിറൽ അതിങ്ങനെ ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ഇങ്ങനെ പറന്നു പോകും. അതുപോലെ ഫ്ലൈയിങ് സ്ക്വിറൽ, അങ്ങനെ പല 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 വെറൈറ്റീസ് ഓഫ് റെയർ സ്പീഷീസ് ഉണ്ട് ഇവിടെ ഈ നാഷണൽ പാർക്കിൽ.
സൈലന്റ് വാലിനാ. ഞാൻ 8th പഠിക്കുമ്പോൾ ഈ നാഷണൽ പാർക്കിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ എൻ്റെ മാഡം പറയുമായിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സയൻസ് പഠിപ്പിച്ച സവിത മാഡമാണെന്ന് തോന്നുന്നു അത് പറയുന്നത്. ശരിക്കും നമ്മൾ ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നടക്കുമ്പോൾ നമ്മളൊരു പല്ലിയെ കാണുന്നു. പല്ലിയെ നമ്മൾ അതിൻ്റെ വാല് വെട്ടിക്കളയണം, അതിനെ കൊന്നൊക്കെ കളയും. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഇൻസെക്ട്സ് ഇപ്പം അവരാണ്. നമ്മളിപ്പോൾ ഈ വലിയ അനിമൽസിനെ നമ്മളാരും അതുങ്ങളെ കൊല്ലാനോ അതിനെ ഇടിക്കാനോ കുത്താനോ ഒന്നും നമ്മൾ പോണില്ല. പക്ഷെ നമ്മുടെ വീട്ടിലെ കാണുന്ന ചെറിയ ചെറിയ ഉറുമ്പുകൾ, പല്ലികൾ, ഈച്ച, ഇതുപോലത്തെ കൊതുക്, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാ മനുഷ്യന്മാരും കൊല്ലുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻസെക്ട്സിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ വേൾഡിൽ ഈ ഇക്കണോമിയിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് ഈ ഒരു ചെറിയ ഇൻസെക്ട്സിന് തന്നെയാണ്. അത് അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഏറ്റവും ചെറിയ ഇൻസെക്ട്സിനാണ് നമ്മുടെ ഇക്കണോമിയിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. ഈ വലിയ അനിമൽസിനെക്കാട്ടിലും അവരാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എക്സ്റ്റെൻഡ് ആവാൻ സാധ്യതയുള്ള അനിമൽസ്. ഇതുണ്ടല്ലോ കാട്ടുപ്ലാവാട്ട്. ഇത് ചെറിയ ചെറിയ ചക്ക പോലെയൊക്കെ ഉണ്ട് കാട്ടുപ്ലാവ്. ഇതിന് എത്ര വർഷം? 100 വർഷം പഴക്കമുള്ള മരം അത്, കാട്ടുപ്ലാവ്. കാണുന്നത് കിട്ടി. അയ്യോ വണ്ടി കുലുങ്ങണു. ചടി പോണു. അയ്യോ അതെന്ത് സിംഹവാലം കുരങ്ങൻ. നമ്മള് മറ്റേ ജാക്കി ജാനും പോട്ടെ മൗഗ്ലി സിനിമയിലെ പോലത്തെ മരത്തില് ഈ മുഖത്ത് ഇങ്ങനെ പൂട പോലെയൊക്കെ ഉള്ളതാ. ഇറങ്ങാമോ ഗൈസ്? അതുപോലെ തന്നെ ഇപ്പൊ ഈ അങ്കിള് പറയുമായിരുന്നു ഈ നാഷണൽ പാർക്ക് ഭയങ്കര എന്താ പറയുക, അധികം ആനിമൽസ് തന്നെ തമ്മിൽ അല്ലെങ്കിൽ മനുഷ്യർക്കൊന്നും അങ്ങനെ പറ്റിയിട്ടുള്ള അതിൻ്റെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് എൻ്റെ ചുറ്റും. ഒരു ചീവിടിൻ്റെ ശബ്ദം പോലും ഇല്ല. അതല്ലാണ്ട് ഇതുവരെ ഈ നാഷണൽ പാർക്കിൽ ഒന്നും ആകെ 2013 ഒരു പുലി ഒരു ആനക്കുട്ടിയെ കടിച്ചു കൊന്നു. അതല്ലാണ്ട് അത് 2013 അതല്ലാണ്ട് ഈ നാഷണൽ പാർക്കിൽ ഇതുവരെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ വന്നത് ചിലപ്പോൾ അല്ലാണ്ട് ഉൾക്കാടുകളിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടാവാം. പക്ഷെ അത് മനുഷ്യരറിയാണ്ട് പോവുകയാണോ നമുക്കത്. പക്ഷേ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2013 ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ പിന്നെ ഒന്നും ഇതുവരെ സംഭവിച്ച് മനുഷ്യൻ കണ്ടിട്ടില്ല. അപ്പം കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനാണ് ഇവരെല്ലാവരും പറയുന്നത്. ഇതിന് ഭയങ്കര അടുത്താണ് ഈ അട്ടപ്പാടി. അവിടെ ഈ ഫോറസ്റ്റും അങ്ങനത്തെ പോലത്തെ സംഭവമൊക്കെയാണ്. അവിടെയാണ് മറ്റേ അയ്യപ്പനും ഘോഷിയും ഫിലിം ഷൂട്ട് ചെയ്തത് കേട്ടോ. അട്ടപ്പാടിയിലാണ്. അത് ഞങ്ങളെന്തോ ഒരു പേര് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ അവിടെയാണ് അത് ഫുൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. അട്ടപ്പാടി അതിൻ്റെ ഇവിടെ അടുത്താണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഈ നാഷണൽ പാർക്ക് കേട്ടോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഗൈസ് അവിടെ മൊത്തം കരിങ്കുരങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കണ്ടു കുറേ എൻ്റെ നേരെ സൈഡിൽ ഇരിക്കേണ്ടത്.
അവിടെ പറഞ്ഞ ഇരിപ്പുണ്ട്. ക്യാമറയിൽ അത് കിട്ടുന്നില്ല. ഈ കാണുന്ന ടോൾ ട്രീ, ഈ വലിയ വലിയ മരങ്ങളൊക്കെ കപ്പലിൻ്റെ കൊടിമരമായിട്ട് ഉപയോഗിക്കുന്ന പറയണ. ഇതിന് ഇത് ആ കാണുന്ന പോലത്തെ വലിയ വലിയ ട്രീകൾ, അതിനിങ്ങനെ വളവും ഭയങ്കര തിന്നായിട്ടുള്ള ട്രീ ആയിരിക്കും. അതിനിങ്ങനെ വളവും ചെരിവൊന്നും മരത്തിനുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കപ്പലിൻ്റെ കൊടിമരമായിട്ട് ഉപയോഗിക്കണ എന്നാ ഞാൻ അങ്ങോട്ട് പറയണേ. ഗൈസ്, a small വെള്ളച്ചാട്ടം. ഇതാണ് സ്മോൾ വെള്ളച്ചാട്ടം. ഞാൻ ഫ്രണ്ടിലത്തെ വണ്ടിക്ക് അവിടെയുണ്ട്. ആ ഇവിടെയുണ്ട്. ഇതും അതെ. ടു ക്ലിയർ. അയ്യോ, എന്റെ ക്യാമറ നോക്കുന്ന ഭയങ്കര ക്ലിയർ. അതിന്റെ മുഖത്തൊക്കെ ശരിക്കും ഇങ്ങനെ ഫറുവിലേക്ക് ഉണ്ട്. നൈസ്. അമ്മ അതിനേക്കാളും ക്ലിയർ ഇതാമ്മേ. ഈ കാണുന്ന ടോൾ ട്രീ, ഈ വലിയ വലിയ മരങ്ങളൊക്കെ കപ്പലിൻ്റെ കൊടിമരമായിട്ട് ഉപയോഗിക്കുന്ന പറയണ. ഇതിന് ഇത് ആ കാണുന്ന പോലത്തെ വലിയ വലിയ ട്രീകൾ, അതിനിങ്ങനെ വളവും ഭയങ്കര തിന്നായിട്ടുള്ള ട്രീ ആയിരിക്കും. അതിനിങ്ങനെ വളവും ചെരിവൊന്നും മരത്തിനുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കപ്പലിൻ്റെ കൊടിമരമായിട്ട് ഉപയോഗിക്കണ എന്നാ ഞാൻ അങ്ങോട്ട് പറയണേ. ഗൈസ്, a small വെള്ളച്ചാട്ടം. ഇതാണ് സ്മോൾ വെള്ളച്ചാട്ടം. ഗൈസ്, ഇവിടെ വെച്ച് ഞാൻ കുറച്ചും മുമ്പ് ഒരു ആനയെ പുലി ഇതൊന്ന് കടിച്ചു കൊന്നു. അത് ആ മരത്തിൻ്റെ പക്കത്ത് ക്യാമറ വെച്ച് നോക്കിയിരുന്നു. ഇവിടെയായിരുന്നു പുലി മറ്റേ കുഞ്ഞാനക്കുട്ടിയെ കടിച്ചു കൊന്നത്. അതുകൊണ്ട് 6 ദിവസം കൊണ്ടാണ് ആ ആനയെ കടിച്ചു തീർത്തിരുന്നു, മീൻസ് തിന്ന് തീർത്തിരുന്നു. അതിൻ്റെ ഈ വളവ്, ഈ സ്പോട്ടാണ് അത്. ഇവിടെ എന്നിട്ട് ക്യാമറ വെച്ച് കണ്ടുപിടിച്ചത്. ഓ ബാഡ്. ഇത് ഈ അങ്കിള് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ കൂടി നടക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ പുലിയൊക്കെ ഉണ്ടെന്ന്, ഈ കാടിൻ്റെ ഉള്ളിൽ. അപ്പം എപ്പോൾ വേണേലും വരാം. പാമ്പൊക്കെ ഉണ്ടെന്ന്. രാജവെമ്പാലയോ മീൻസ് അല്ല, ഇംഗ്ലീഷിൽ കിങ് കോബ്ര. തിരിച്ചു പോയാലോ.
ഓ അയ്യോ അമ്മ കൊടും കാടിനുള്ളിലോട്ട് കയറിപ്പോണേ. ബാബു വിളിച്ച പറയാം. ഓനോ ഗൈസ് രാജവെമ്പാല ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഇപ്പം രാജവെമ്പാല കൂട് കൂട്ടണ. അയ്യോ ഓ നടക്ക് വാ എൻ്റെ ഒപ്പം. ഇതിൻ്റെ ഉള്ളിൽ ഈ ബാമ്പുവിൻ്റെ ഒക്കെ ഉള്ളിലാണ് രാജവെമ്പാല കൂട് കൂട്ടണ. ഇവിടെ ഒക്കെ ഉണ്ടാവും. ബാബു വിളിച്ചോ ബാബു വിളിച്ച. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതൊക്കെ ശരിക്കും അല്ല ഇതൊക്കെ ശരിക്കും എന്നുവെച്ചാൽ റിസ്ക് ഉള്ളതല്ലേ? ചിലപ്പോ നമ്മൾക്ക് ഇതിൽ കൂടെ നടക്കുമ്പോ എന്തും പറ്റാലോ. അപ്പൊ എന്തിനാ ഗവൺമെന്റ് ഇങ്ങനെ പോവാൻ അനുവദിച്ചു കൊടുക്കണേ? ആണോ? ആണല്ലോ. ഇപ്പൊ ഒരു പാമ്പാണെങ്കിലും ഇപ്പൊ കിങ് കോബ്രയുടെ സ്ഥലമാന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ മനുഷ്യന്മാര് മരിച്ചു പോവാലോ. അനിമൽസ് അമേരിക്കൻ ടൈമാ ഫോളോ ചെയ്യണതാ. പഴയ ഫോണാകുമ്പോ അതാണ് മിഥുനൊട്ടും കിട്ടാതെ. നിങ്ങളുടെ ഫോണൊക്കെ പുതിയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന്. എന്റെ ഫോൺ ഒട്ടും കിട്ടിയില്ല ബാബന്റെ. അയ്യോ പെട്ടെന്നുണ്ട്. വലിച്ചെണ്ണയും കിട്ടും നിന്റെയും കിട്ടും. പുതിയ ഫോൺ. ദിസ് ഇസ് ടു ഡേഞ്ചറസ്. ഇത് ശരിക്കും ഞങ്ങൾ പറയാനായിട്ട് പേടി. അയ്യോ മരമൊക്കെ ആ മരം കണ്ടായില്ല എന്ത് പറ്റിയതാ? ഇത് തലയില്ലല്ലോ. അങ്കിൾ എന്തോ നല്ല നല്ല കാര്യം പറയണ്ട്. മുന്നേ വാ നല്ല കേൾക്കും. ഞാൻ പോകും. അമ്മ ഞാൻ കേട്ടില്ലമ്മ ഒന്നുകൂടെ പറയാം. കാക്ക വന്ന് പെരുകി കഴിഞ്ഞാല് നമ്മൾ ഈ ചെറിയ ഈ പട്ടികളുടെ മുട്ടയൊക്കെ അതിശങ്ങൾക്ക് വംശനാശങ്ങൾ വന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സാധനങ്ങളും ഇവിടെ ആൾക്കാരൊന്നും താമസിപ്പിക്കാത്തത്. ആൾക്കാർ താമസിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വേസ്റ്റ് ആവും. ശരിയാ. പക്ഷെ ഇവരില്ലേ മറ്റേ കാട്ടുകാരി ആദിവാസികളില്ല. കോർ ഏരിയ എന്ന് പറയുന്നത് ജനവാസം ഇല്ലാത്ത ഏരിയക്കാണ്. ശരി. നമ്മൾ ആദ്യം കണ്ട സ്ഥലങ്ങളിലേ ഉള്ളൂ. ബഫർ സോണിൽ കൂടെ ഒക്കെ ഉണ്ടാവും. പ്ലാന്റേഷൻ ജനവാസം. അതുകൊണ്ടാണ് ഇത് ബഫർ സോണും ഇത് കോർ ഏരിയയില് ജനവാസമേ ഇല്ല. ഉണ്ടാവില്ല. ഇതിനെ സംരക്ഷിക്കുന്ന സ്റ്റാഫുകൾ മാത്രമേ ഉണ്ടാവൂ. ഞങ്ങള് പറഞ്ഞ കേട്ടോ, നല്ല നല്ല വിവരങ്ങളാ. നല്ലൊരു കാലാവസ്ഥ അല്ലേ തണുപ്പ്. വല്യമ്മേ, ഈ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലാണോ നാഷണൽ പാർക്കിലാണോ ഹ്യൂമൻസിന് റിസോഴ്സസ് വെട്ടിക്കൊണ്ടുപോകാന്ന് സമ്മതിക്കുന്നത്? അല്ല അതല്ല, ഞാൻ കഴിഞ്ഞതാണോ അതിന്റെ കഴിഞ്ഞ വർഷമാണോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പഠിച്ചിട്ടുണ്ടേ. നാഷണൽ പാർക്കിലോ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലോ ഏതിലാന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതിലോ ഒരെണ്ണത്തില് എന്താണെങ്കിലും ആ ഫുൾ ഫോറസ്റ്റില് ആയിരിക്കില്ലല്ലോ. നാഷണൽ പാർക്കിൽ ചെറിയ വേലി ഉണ്ടാവും പറയണേ. അപ്പൊ എനിക്കൊണ്ട് വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലെ ആദിവാസികൾക്ക് മാത്രം ഭയങ്കര ബൾക്കായിട്ടല്ല, അവർക്ക് വേണ്ട ചെറിയ രീതിയിൽ ആ റിസോഴ്സസ് എല്ലാം ഇപ്പൊ മരം വെട്ടിക്കൊണ്ടുപോവാ അങ്ങനെ എല്ലാം എടുത്തോണ്ട് പോവാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വൈൽഡ് ലൈഫ് സാഞ്ചുറിയില്ല. ഓ എന്തല്ലാത്തവർക്കും ഈ ഗവൺമെന്റിന്റെ ഇതുപോലെ ആൾക്കാരില്ലേ ഡിപ്പാർട്ട്മെന്റിലൊക്കെ സ്റ്റാഫിന് മാത്രമേ അകത്തേക്ക് കയറാൻ പോലും പാടുള്ളൂ. അല്ലാതെ ആരെയും കയറ്റില്ല. മറ്റേ കുന്തിരിക്കോ തേനും ഒക്കെ എടുക്കണം. അപ്പുറമുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ അവർക്കൊക്കെ എടുക്കാന്ന്. പുള്ളിന്നൊന്നും അവർക്ക് എടുക്കാൻ പറ്റില്ല. ഗവൺമെന്റ് പെർമിഷനോട് കൂടിയൊക്കെ അപ്പൂപ്പന്താടി നേരത്തെ ഉണ്ടായിരുന്നു.
കൊള്ളാല്ലേ. ഇത് ഇനിയും കൊറേ ഉണ്ടോ ഞങ്ങളെ? പുഴയുടെ അടുത്തേന്ന് നിൽക്കും അല്ലേ? ആ ഇത് കുന്തിപ്പുഴ. ഭവാനിപ്പുഴ നമ്മളാ കയറി വന്ന അവിടെ. ഇതാണ് വെടിപ്ലാവ്. ഈ കുംഭകാലം പറഞ്ഞ് മെയിനായിട്ട് കഴിക്കുന്ന കായിനല്ലേ വെടിപ്ലാവ്. ഈ കുരുവാണ്. ഇതിന്റെ കായാണ് സിംഹവാലം കഴിക്കുന്നത് അല്ലേ? പക്ഷെ അത് ചക്കക്കുരു കായാണ്. സിംഹവാലം കുരങ്ങന്റെ ഭക്ഷണം. അമ്പോ ഞങ്ങള് കണ്ടായിരുന്നു. വെടിപ്ലാവിന്റെ കുരു. വെടിപ്ലാവ്. അതെ ഇതാണ് ആ പ്ലാവ്. വെടിപ്ലാവ് സിംഹവാലം കുരങ്ങ് കഴിക്കണ ഇതിന്റെ കായാണ്. ഇത് ചക്കക്കുരു. വെടിപ്ലാവ് ചക്കക്കുരു. അയ്യോ അമ്മ പോണം. അത് ഊതട്ടെ. അയ്യോ ഞാൻ പിന്നെ ബ്ലാക്കിലായി. അങ്കിള് പറയണൊന്നും കേൾക്കില്ല. അത്ര വൃത്തിയിടില്ല. അയാള് കറക്റ്റ് പോപ്പ് ചെയ്ത സീലർമാനെ. എന്തൊക്കെ പറഞ്ഞാലും രസാലി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കണേ. ഇനിയും കൊറേ ഉണ്ടോ? 1.5 കിലോമീറ്ററില് ഇല്ല 11 മീറ്റർ ഉണ്ടോ ഇനി? കണ്ണകുളങ്ങര കൂട്ടിയാൽ നല്ല രസമല്ലേ ഇങ്ങനെ? നമുക്ക് വേർക്കും ചൂടെടുക്കൊന്നുമില്ലല്ലോ. അതെന്താന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ കയറ്റം ഉറക്കമായിട്ട് ചേച്ചി നമ്മൾ നിരപ്പായ ഒരു സ്ഥലത്തൂടെ നടക്കുമല്ലോ. വല്യമ്മേ തിരിച്ചു വരുമ്പോ കയറ്റം കയറുമ്പോ. വല്യമ്മേ ഒരു ഡൗട്ടും കൂടെ ഞാൻ ചോദിച്ചോട്ടെ. നമ്മുടെ ഇപ്പം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും പിന്നെ ആദിവാസികളൊക്കെ താമസിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ എന്ത് കൂകൂന്ന് വെച്ച് കിട്ടി. ഞാനത് നോക്കി. ഓ അപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ ആദിവാസികളൊക്കെ താമസിക്കുന്നുണ്ടല്ലോ ഈ കോർ ഏരിയാസിലല്ലാതെ. അപ്പോൾ ഇവർക്കൊന്നും ഇപ്പം നിങ്ങൾ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോഴാണ് ആനിമൽസ് വരുന്ന സമയം. അപ്പം ഇവർക്കൊന്നും എന്ത് സേഫ്റ്റി അവിടെ ഉള്ള ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കാണെങ്കിലും ആദിവാസികൾക്കാണെങ്കിലും? വെറുതെ വന്ന് ആരെയും ഉപദ്രവിക്കില്ലെന്ന് ഇതൊന്നും. അവരും സമയം നോക്കിയൊക്കെ വരുള്ളൂ. 1 മണി കഴിഞ്ഞാൽ അവർക്കും വരണ്ട. അത്യാവശ്യത്തിന് വന്നാൽ വെറുതെ വന്ന് ഉപദ്രവിക്കുന്നതോ. അതാ ഞാൻ പറഞ്ഞു. നമ്മളതിങ്ങളെ എന്തിനേയും ഇങ്ങോട്ട് ഉപദ്രവിച്ചാലേ ഉള്ളൂ. പിന്നെ ഈ കടുവയൊക്കെ ചിലപ്പോൾ എല്ലാം ചെയ്യുമായിരിക്കും. പേടിക്കും. ഒരു ജീവികളും സാധാരണ വെറുതെ ഉപദ്രവിക്കില്ല. പിന്നെ കടുവകളൊക്കെ ഉപയോഗിക്കില്ലേ? കടുവയൊക്കെ നമുക്ക് അവർ തിന്നും നമ്മളെ. നദി ഒഴുകുന്ന ശബ്ദമുണ്ട്. കുന്തിപ്പുഴ അരുവി. അരുവി അരുവി സ്ട്രീമാണോ ഇംഗ്ലീഷിൽ? ആണോ ശരിക്കും? അയ്യോ ദൈവം വേറെ ആരോ വന്നുണ്ട്. നേരത്തെ കുറെ വണ്ടികൾ വന്നില്ലേ? ആ വണ്ടിയിലുള്ളവരെല്ലാം ദൂരെ പോയിട്ടുണ്ട്. അപ്പൊ പേടിക്കണ്ട. അവിടെ കിടക്കണേ അത്രയ്ക്ക് ഇവിടെ ഒന്ന് പറയാം. ഇവിടൊക്കെ ഇതിന്റെ ഓരോ ഡ്രൈവേഴ്സാ. ഇവിടെ ഇവരെല്ലാരും താമസിക്കുന്നത്. മുത്തോ നമ്മൾ കയറി വന്ന മുത്തോലിയോ മുക്കാലി. മുക്കാലി കാട്ട് ചേര്. ചേര് അതെന്താ ശരീരത്തിന്. അതൊരിക്കൽ ഓർക്കണ്ട. നമ്മുടെ ആ ഭാഗത്ത് കുറച്ചൊരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഫാമിലി ഒരു മരത്തിന്റെ ചോട്ടിപ്പോയി നിന്ന് ഓർക്കണ്ട. ഒരു ഫോറസ്റ്റ് ഇവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അയാളുടെ മേല് മുഴുവൻ ചൊറിഞ്ഞടിച്ച് അയാൾക്ക് എന്താ ഒന്ന് മരിച്ചയാള്. ഇത് ഇപ്പോഴല്ല. പക്ഷെ അത് അറിയില്ല. ഇവര് കല്യാണത്തിന്
തിരിച്ചു വന്നപ്പോൾ ഇതുപോലെ ഏതോ ഒരു കാട് പോലെയുള്ള സ്ഥലത്ത് പോയി അവിടെ ചേരിൻ്റെ ചോട്ടിൽ പോയി കുറേ നേരം ഇരുന്നെന്ന്. അവിടെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷമായിട്ടുള്ളൂ. നമ്മുടെ ആ തൃശ്ശൂർ ഭാഗത്തോ പല അവിടെ ഇങ്ങോട്ടുള്ളവർ പക്ഷെ ഇവർക്ക് എന്താ കാര്യമൊന്നും പിടികിട്ടിയിട്ടില്ല. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് കാരണം അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. ഡീപ്പ് ഫോറസ്റ്റ് നല്ലൊരു സ്ട്രീമിൻ്റെ ശബ്ദം കേൾക്കാം കേട്ടോ. ശരിക്കും വല്യമ്മേ ഒരു ചീവീടിൻ്റെ ശബ്ദം പോലും ഉണ്ടോന്ന് നോക്കി. അതേസമയം ഇടുക്കിയിൽ നമ്മൾ പോകുമ്പോൾ ഒരു ഭാഗത്ത് എന്തോ ഒരു എനിക്കിഷ്ടമല്ല ചീവീടിൻ്റെ ശബ്ദം. സജി ഇന്നലെ ഞാൻ ഭയങ്കര കാറ്റുള്ള ഇടുക്കിക്ക് പോകുമ്പോഴുള്ള സ്ഥലത്തിന്റെ പേര് നാടുകാണി. ഒരു വ്യൂ പോയിന്റ് നമ്മള് പോയതല്ലേ അവിടെ. അതിൽ കൂടെ പോകുമ്പോ എന്തൊരു ചീവീടിന്റെ സൗണ്ടാ. ഞാനിപ്പോ നെറ്റ് വായിച്ചേ സദേൺ ഗട്ട്സിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ഥലം സൈലന്റ് വാലി. അതുകൊണ്ടാണ് അതിന് അങ്ങനത്തെ പേര് വന്നേന്ന്. ഒരു ശബ്ദവും ഇല്ല. ചീവീടിന്റെ ശബ്ദം പോലും ഇല്ല. ചീവീട് എന്താണോ ഈ സ്ഥലം കണ്ടുപിടിക്കാത്തത്. നമ്മള് സൈലന്റ് വാലിന്റെ ഏകദേശം 1.5 കിലോമീറ്റർ വരുന്നു. ബാക്കിയൊക്കെ സംരക്ഷണ മേഖലയിൽ കൂടെ വന്നിരിക്കും. സൈലന്റ് വാലി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ഭാഗം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മഴക്കാടുകളാണ് മഴക്കാടുകൾ. റെയിൻ ഫോറസ്റ്റ്. അതുകൊണ്ട് എപ്പോഴും ഈ തണുപ്പുണ്ട് അല്ലേ. നിത്യഹരിതവനാണ്. എപ്പോഴും പച്ചപ്പ് നിലനിർത്തും. ശരിക്കും ഇങ്ങനത്തെയൊക്കെ എല്ലാ ഇല വന്നതിന്റെ ശേഷം പഴയത് പൊഴിക്കുന്നുണ്ട്. ഇല പൊഴിയാതിരിക്കില്ല, പക്ഷെ എല്ലാ ഇലയും വരണം. പുതിയ ഇല വരും. പുതിയ ഇല വന്ന് നിന്ന് കഴിഞ്ഞിട്ട് അടുത്ത് പൊഴിയുള്ളൂ. മറ്റേ നമ്മളവിടെ അങ്ങനെയല്ല, എല്ലാ ഇലയും വീണതിന്റെ ശേഷമേ ഉള്ളൂ പുതിയത് വരും. എപ്പോഴും തണുപ്പ് മഴയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വെക്കണേ അല്ലേ. അങ്ങനെ ഇതിൽ പായലിന്റെ ജലാംശം പിടിച്ചിട്ടുള്ള കഴിവുണ്ട് കണ്ടല്ലേ. എല്ലാ മരത്തിലും പായലുണ്ടാവും. നോക്കി അവരെല്ലാരും പോയേ. ശരിക്കും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സ്ഥലമില്ലെങ്കിൽ ഈ മനുഷ്യന്മാരെല്ലാം ഈ മരവും എല്ലാം വെട്ടി ഇതാവുമല്ലേ. നല്ല കാര്യം. കഴിഞ്ഞ ദിവസം രാജമല്ലിച്ച മറ്റേ നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് പറയുമായിരുന്നേ. രാജമല്ലിച്ചൻ കുറച്ചു മുമ്പ് പറയുമായിരുന്നേ എന്താണ് ബിൽഗേറ്റ്സ് പറഞ്ഞെന്ന്. ബിൽഗേറ്റ്സ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാളാ. പുള്ളി പറഞ്ഞെന്ന് ഇപ്പം നമ്മുടെ ഇവിടെ ഈ എന്താ നാച്ചുറൽ എന്തോ വലിച്ചൻ പറഞ്ഞു ഒരു ചേഞ്ച് വരുന്നു. അത് നമ്മളായിട്ട് മനുഷ്യന്മാരായിട്ട് വന്നല്ല, നേച്ചർ തന്നെ വരുത്തുന്നതാ. അതാണ് അന്ന് ഡൈനോസറൊക്കെ എക്സിഡൻ്റ് ആയി പോയില്ലേ, അങ്ങനെ വന്നത്. അപ്പം അതുപോലെ ഇപ്പം നമ്മുടെ ഇവിടെ ഓക്സിജൻ്റെ അളവാണല്ലോ ഏറ്റവും കൂടുതൽ അല്ലേ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടും കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ്റെ അളവ് കൂടിയും വരുന്നു ബിൽഗേറ്റ്സ് പറഞ്ഞു. അങ്ങനെ എന്തോ എത്രയോ % ആൾക്കാർ ഓക്സിജൻ കിട്ടാണ്ട് മരിച്ചു എന്ന് പറഞ്ഞെന്ന്. ആള് പറയണെല്ലാം കറക്റ്റാവുമെന്ന്. എന്താവും എന്തോ സത്യം. അല്ലെങ്കിൽ മനുഷ്യന്മാർ മൊത്തം ശരിക്കും തടി ഉണ്ടാക്കാം കാടുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് മരമെല്ലാം വെട്ടിക്കൊണ്ടുപോകല്ലേ. അതന്നെ തടിയും എല്ലാം. നമുക്ക് നിൽക്കണോ അവര് വരാൻ? എലിസ എന്തോ എലിസ നടക്കുന്നത്. പിന്നെ ഇതൊക്കെ ബാമ്പു അല്ലേ എലിസ?
ഇത് അപ്പോൾ നമ്മൾ ആ ട്രക്കിങ്ങിന് പോയപ്പോൾ ഈ അങ്കിള് പറഞ്ഞില്ല എന്തോ ചൂരിലുണ്ടാക്കുന്നു. അല്ല ചൂരിലുണ്ടാക്കുന്നു പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഈ ബാമ്പു വെച്ചും ചൂരിലുണ്ടാക്കൂ ഇല്ലേ? ഉണ്ടാക്കില്ലേ? ബാമ്പു വെച്ച് ചൂരലുണ്ടാക്കാൻ ചൂരൽ വേറെ ചെടിയല്ലേ? ആയിരിക്കട്ടെ. നമ്മുടെ ഇവിടെയൊക്കെ പുറത്ത് രാജ്യങ്ങളെ പോലെ തണുപ്പായിരുന്നെങ്കിൽ ഇവിടെ പാണ്ടയൊക്കെ ഉണ്ടായേനെ. അത് ഓരോ കാലാവസ്ഥ തണുപ്പുള്ള എല്ലായിടത്തും തണുപ്പൊന്നുമില്ല. പാണ്ട അമേരിക്ക മാത്രമേ ഉള്ളൂ. അല്ല 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 പാണ്ട മറ്റേ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നോർത്തിൽ മറ്റേ സ്ഥലത്തിൻ്റെ പേരെന്താ, ഷിംലയിലൊക്കെ ഉണ്ട് പാണ്ട. ഇതൊക്കെ ഇവിടെ കൊണ്ടൊന്ന് വളർത്തുന്നതായിരിക്കും. ജന്മന ഉള്ളത് ചൈനയിൽ മാത്രമേ പാണ്ട. ജന്മന പാണ്ട ചൈനയിലാ? അല്ല അപ്പോൾ ചൈനയിൽ ഭയങ്കര തണുപ്പാണോ? ചൈനയുടെ ദേശീയ മൃഗമാണ് പാണ്ട. ഓ ചൈനയിൽ ഭയങ്കര തണുപ്പാണോ? ചൈനയിൽ കുറേ നമ്മുടെ കാശ്മീരിൻ്റെ ബോർഡറൊക്കെ അവർക്കും ഇല്ലേ? അത് ശരി. കാശ്മീരിൻ്റെ ഒരു ബോർഡർ അവർക്കുണ്ട്. അയ്യോ ഇത് കോളിംഗ് ബിൽ അടിക്കണ പോലത്തെ ശബ്ദം. അത് മറ്റേ കുരങ്ങിൻ്റെ ഇങ്ങനത്തെ ശബ്ദം. മലയെണ്ണ. അയ്യോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ പാണ്ട എവിടെ വായിച്ചിട്ടുണ്ട് കഴിക്കുന്നത് ബാമ്പുവാ. എത്രയും മണിക്കൂറാണെന്ന് തോന്നണേ കണ്ടിന്യൂസ് ആയി അതിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന അനിമല് പാണ്ടയാ. അയ്യോ ഏകദേശം എത്തി വരുമ്പതേ പാറക്കൂടെ വെള്ളം കാണാണ്ട. നല്ല ശബ്ദം അടുത്തേക്ക് പോകാൻ തോറും. ഹായ് ചെന്ന് കയറണം നോക്ക്. വാവ് ആ ലൈഫ് ഓഫ് റാം പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെയൊക്കെ പോകാൻ തോന്നില്ല അത് കേൾക്കുമ്പോൾ. കണ്ടിട്ടുണ്ടോ ആ പാട്ട് വിജയ് സേതുപതിയുടെ? അയ്യോ അത് അടിപൊളി വലിച്ച അവൻ ഇതുപോലെ കാട്ടിലൊക്കെ കയറി സ്ലോത്തൊക്കെ ഉള്ള കാടില്ലേ. ഹായ് എന്ത് രസത്. സ്ലോത്തൊക്കെ ഉള്ള കാടിലും ക്യാമറയൊക്കെ കൊണ്ടുപോയി ഡെസേർട്ടിലൊക്കെ പോയി സ്കൂബൊക്കെ പോയി അതുപോലെ പോകാൻ തോന്നും. ഓ എന്ത് രസം മലയിക്കണേ. ഫോണിൽ കൂടെ നോക്ക്. ആദ്യം നേരെ നോക്കി കണ്ടു പ്രളയത്തിന് പോയതാണ് ആ തൂക്കുപാറ. ഇതിന്റെ മുകളിൽ 3 സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട്. തൂക്കുപാറ, വാളക്കാട്, നീലിക്കല്ല് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. സ്റ്റാഫുകൾ മാത്രമേ പോകുള്ളൂ, അവർക്ക് പോകുന്ന വഴിയായിരുന്നു. അല്ലാത്തവർ വരുന്ന ആ തൂക്കുപാലത്ത് കയറിയിട്ട് നമ്മൾ തിരിച്ചു പോയിരുന്നു. അപ്പോൾ ആ വഴി പോയി ഇപ്പോൾ അതിലാണ് അവർ കയറുന്നത്. അതുകൊണ്ട് അവിടെ ഒരു കമ്പ് വെച്ചിട്ട് ആ കല്ലുകൂടി ചോദിച്ചിട്ടാണ് കയറുന്നത്. ശരിക്കും ഡാമിൻ്റെ പ്രോജക്റ്റ് വരാൻ ഉദ്ദേശിച്ച സൈറ്റ് ഇതാണ്. ആ മല കണ്ടോ? ആ മല നമ്മൾ നിൽക്കുന്ന വാച്ച് ടവറും. അങ്ങനെ അത് കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ അത്രയും ഹൈറ്റിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ കാടിൻ്റെ അതുകൊണ്ടാണ് ആ പ്രോജക്റ്റ് ക്യാൻസൽ ആക്കിയത്. അവർ കൂട്ടിച്ച് പാറയാണ് ഇതൊക്കെ. സൈഡ് കണ്ടോ? ഈ കല്ലുകൊണ്ടാണ് മേലെ ക്വാർട്ടേഴ്സ് കെട്ടിയിരിക്കുന്നത്. പിന്നെ ടണലിൽ അടിക്കാൻ വേണ്ടിയിട്ട് അത് കേട്ട അങ്കിള് പറഞ്ഞത് എന്ത്? പിന്നെ ഇതെന്താണെന്നറിയോ? ആൾക്കാർ ഭക്ഷിക്കാത്ത വെള്ളമാണ്. അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് ഒരാളുടെ കൈസ്പർശനം പോലും ഇല്ലാതെ ഒഴുകണ വെള്ളമാണ്. അതുകൊണ്ടാണ് അത് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നത്. ആഴല്ല, പക്ഷെ അടിയത്തെ കല്ല് വരെ കാണാനുള്ള ഇറക്കില്ല. അതാണ് ഇറക്കാത്തത്. ആൾക്കാരത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മാറ്റം വരും. പിന്നെ അതുപോലെ അപകടം പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ കല്ലിൻ്റെ ഉള്ളിലേക്ക് പോയാൽ പിന്നെ ആളെ പോലും കിട്ടില്ല. അപ്പം ഇനി ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു കിടക്കുകയാണ്. ഇതല്ലേ ഇതുവഴി ഇങ്ങനെ ഫോറസ്റ്റ് നമുക്കൊക്കെ പണ്ട് തൂക്കുവാലത്തിൽ കൂടെ അവിടെ കൂടെ പോകാറുണ്ട്. ഈ വെള്ളപ്പൊക്കത്തിന് തൂക്കുവാലം പോയി. ഇപ്പൊ ഫോറസ്റ്റുകാർ അതുവഴി ഒരു കല്ല് ഇതിലിറങ്ങി കല്ലിട്ടിട്ട് ഒരു ഇത് കണ്ടോ, ഒരു വടി ഇട്ടേക്കണേ, അതിൽ കൂടിയാണ് ഇപ്പൊ നടക്കണേ. ആ മല ഇതൊക്കെ അപ്പൊ ഇത്രയും നിറഞ്ഞൊഴുകുമ്പോ ഈ വനം മുഴുവൻ പോകും. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചാൽ ഫോട്ടോസ് ആ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തു. എതിർക്കുന്നു.
ഫോട്ടോസ് എവിടെ പോയിട്ട് പോകുന്നില്ല. നമ്മൾ കണ്ടോട്ടുണ്ട് രസം. ഈ കല്ല് പൊട്ടിച്ചാണ് എടുക്കുന്നത്. അയ്യോ എന്തൊരു നല്ല സ്ഥലം. ഇല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ശരി ഇത് മൊത്തം പോകും. ഗൈസ് നമ്മളിപ്പം അയ്യോ മാതിരി ഇപ്പം ആ കുന്തി പുഴ കാണാൻ പോയതാ. 1.5 കിലോമീറ്റർ ഉള്ളു, പക്ഷെ നല്ല കയറ്റമുണ്ട്. അപ്പം ഒരുമാതിരി ആയിപ്പോയി. അപ്പം ഇത് കഴിഞ്ഞ് ഇനി കാണിച്ചു തരാം. ദേ ഈ ടവറില്ലേ, ഈ ടവർ കയറാൻ പോവാം നമ്മൾ. പ്ലീസ് ഡു നോട്ട് ത്രോ നോൺ ബയോ ഡിഗ്രേഡബിൾ ആർട്ടിക്കിൾസ് ഇൻസൈഡ് ഫോറസ്റ്റ് ഏരിയ. അറിയില്ല കേട്ടോ. അപ്പോൾ അയ്യോ ഭയങ്കര കിതക്കലുണ്ട. ഈ കയറ്റമൊന്നും ഇല്ല, അത് കല്ലും മലയും ചേർന്ന് കയറ്റിനി. ഈ ടവറിൻ്റെ ഏറ്റവും പൊക്കത്ത് കയറി ഭയങ്കര കാറ്റാന്ന് പറഞ്ഞേ. കയറി നോക്കാം, കയറി നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ജസ്റ്റ് ഇത്രയും കയറിയപ്പോഴുള്ള വ്യൂ ആട്ടോ. ഭയങ്കര അടിപൊളിയാ, ഭയങ്കര കാറ്റാ. കണ്ടില്ലേ? ആണോ? എന്നാ വലിയ ആ വട്ടത്തിലിരുന്നു. ആ നല്ല കാറ്റുണ്ട്. അടിപൊളി വ്യൂ ആണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഭയങ്കര കാറ്റ്. അയ്യോ ഒരു രക്ഷയില്ല ഗൈസ്. അയ്യോ സ്ഥലം ഇറങ്ങേണ്ടതൊരു സംശയം. മാ ഈ സ്റ്റെപ്പില്ലേ, ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. ഇത് ഒരു രക്ഷയില്ല ഗൈസ്. അതുപോലത്തെ ഇവിടെ 2 ചെയറൊക്കെ ഇട്ടുണ്ട്. അയ്യോ അതിൻ്റെ ഉള്ളിൽ കയറാം. ഐ ഡിഡ്ന്റ് സീ ദാറ്റ്. അയ്യാ എക്ക തിരിച്ചു പോയി. അതിൻ്റെ ഉള്ളിൽ കാറ്റില്ല. എൻ്റെ അമ്മ ഗൈസ് ഒരു രക്ഷയില്ല. അടിക്കണ നല്ല കിട്ടിലും തണുത്ത കാറ്റ്. അമ്പോ ആ മല കണ്ട. അയ്യോ ഇത് എവിടുന്ന? അയ്യോ ആ ഇല്ല, വല്യമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു. വല്യമ്മയ്ക്ക് ആ ആ ഗൈസ് അയ്യോ ഞാൻ വീഡിയോ ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ഫോണും കൂടെ മുന്നിൽ കിടക്കും, അല്ല നിലത്ത് കിടക്കും. ഇപ്പം ഭയങ്കര തണുത്ത കാറ്റ് വലിച്ചേ ആണോ? വലിച്ച മുകളിലിരിക്കുമായിരുന്നോ? ഓ ഇച്ചിരി വെയിലുണ്ടെങ്കിൽ സാരില്ല. എന്ത് തണുത്ത കാറ്റാ. അല്ല വെയിലുണ്ടെങ്കിലും സാരില്ല, എന്ത് തണുത്ത കാറ്റാന്ന്. ഞാൻ മോളിൽ കയറി കുറെ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ഒറ്റക്കായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പിന്നെ ഇറങ്ങി പോരാന്ന് വിചാരിച്ചപ്പോ ഇവരെ കണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇതാണ് വ്യൂ. സുനി വരണോ? നല്ല രസമില്ല വലിച്ച. അയ്യോ എനിക്ക് തോന്നണേ അവര് കേറുന്നില്ല. നിങ്ങൾ ആ അമ്മയും ചേച്ചിയും വന്നിട്ടുണ്ട്. വലിയ മാത്രമേ കയറാനായിട്ടുള്ളൂ. രക്ഷയില്ല ഗൈസ്. അമ്മ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എൻ്റെ മോളെ ഇത് പിടിക്കാൻ ഇത് വെച്ച് സ്റ്റെപ്പ് കയറണ്ട. കുറേ കുഞ്ഞിങ്ങനെ ചരിഞ്ഞിരിക്കണ സ്റ്റെപ്പാണ്. ഇത് വെച്ച് ഇങ്ങനെ കയറുന്ന എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും നിങ്ങളെയും കാണിക്കണമല്ലോ, അതും കൂടെയാണല്ലോ എൻ്റെ ഇൻറ്റൻഷൻ. അതുകൊണ്ട് എങ്ങനെയൊക്കെയാ കയറണം. അയ്യോ അയ്യോ ഇത് ഓരോ അമ്മേ താഴത്തോട്ട് നോക്കിയാണ്ടല്ലോ. അയ്യോ അയ്യോ താഴത്തോട്ട് നോക്കിയാ വേണ്ട. ഞാൻ ഫോൺ താഴത്തോട്ട് അയ്യോ എനിക്ക് പേടിയാണ്. ഭയങ്കര കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ കയറാൻ പറ്റും. ഇങ്ങനെ കയറിയാൽ നിലത്തിടക്കും. അയ്യോ അയ്യോ ചേട്ടാ എന്ത് രസമാണ് ചേട്ടാ. അയ്യോ വിഷയ സ്ഥലം. ഇതെന്ത് ഇങ്ങനെ
നല്ല തണുത്ത കാറ്റ് ഗൈസ്, ഒരു രക്ഷയില്ലട്ടാ ശരിക്കും. ഒരു വലിയപ്പ ആ മലയുടെ പൊക്കത്ത് കുറിക്കണമെന്ന് ആലോചിച്ച് നോക്കി. എന്ത് കാറ്റായിരിക്കും ഇവിടെയൊക്കെ. ആളുകളോ? ഓ അതാ പറഞ്ഞ 3 ക്വാർട്ടേഴ്സ് ഉണ്ടെന്നല്ലേ. ഒന്ന് ഇവിടെ നിലമ്പൂരിൽ നിന്ന് കയറും. 18-24 എന്നൊക്കെ പറഞ്ഞത്. നമ്മളിപ്പോ എത്ര ഫീറ്റ് മുകളിലായിരിക്കും? നമ്മൾ 1050. ഇവിടെയല്ല, താഴെ 1050 മറ്റേ നമ്മുടെ ഓട്ടോയിൽ കൊണ്ടുപോയി ചേട്ടൻ. ഇതിന്റെ എന്ന് വെച്ചാ ഈ ടവർ കേറാണ്ട് അല്ല 3 ഇതുണ്ട്, 3 ക്വാർട്ടേഴ്സുകളുണ്ട്. ശരിയായിട്ട് ഇങ്ങോട്ട് കേറിയില്ലായിരുന്നെങ്കിൽ കുറച്ച് വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത. പോകില്ല, അത് ശരിയാ. പക്ഷെ ഇതാ നല്ലത്, അത്രയും കിതച്ച് വന്നിട്ട്. ഓ ഞങ്ങള് കണ്ടൊരു തൂക്കുവാലം ഒക്കെ വിട്ടുപോയത്. തുരങ്കമുണ്ട്. എന്നിട്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. ഇവിടെ എന്നിട്ട് അത് വേണ്ടെന്ന് വെച്ചെന്നല്ലേ 84-ല്. ആ അതേ ഒരു ഓട്ടയാണോ? ആ തുരങ്കം. ആ അതേ ഈ ഓട്ടം. അവരെ മതിയായി. അല്ല ഇവിടെ നിക്കണവർ ഇവിടം വരെ ഉള്ളെന്ന് പറഞ്ഞു. കയറണണ്ടാ ചേട്ടാ. ഗൈസ് ദേ അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഒന്നുമില്ല, ജസ്റ്റ് എല്ലാം പാക്ക് ചെയ്തു. തിരുവല്ലാമലയിൽ പോയി അവിടെ രാത്രി ആയപ്പോഴാണ് എത്തിയത്. ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. നമ്മൾ നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ട് എനിക്ക് കൺക്ലൂഷനൊന്നും എടുക്കാൻ പറ്റിയില്ല, സോറി. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.